എന്തായാലും സംഗതി അസലായി. നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളി സംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും. അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കളി. അന്ന് അവക്കട വീട്ടിൽ പോയി കാല് പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ച് എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരും ഒരു മൈ. തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ചനാണെന്ന് കരുതിക്കാണെന്ന് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മട്ടും പാവം കാണണമായിരുന്നു. പത്രകാളിയല്ലേ പത്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാരെന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവർ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ PA പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു? ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്താ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി. സാർ എടോ, ഞാൻ കേട്ടത് നേരാണോ? സാറെന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡല സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്കിൽസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല. തങ്കപ്പ, എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MPL? ഞാൻ പുതുതായിട്ട് കേൾക്കാണല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേ. പണം, പദവി, പെണ്ണ്. മുഴുവൻ വീക്ക്നെസ്സുകളുള്ള മന്ത്രിമാരുടെ ഇടയിൽ വെറും 3 വീക്ക്നെസ് ഉള്ള ഞാൻ ആദർശിച്ചിരുന്നല്ലോടോ. അല്ലേലും ഇച്ചിരി വീക്ക്നെസ് ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളേ? അതുള്ളതാ. ദേവലോകം ഭരിച്ചിരുന്ന ഹൈക്കമാൻഡ് ദേവേന്ദ്രൻ വരെ എത്ര പെണ്ണുങ്ങളാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, ദേവേന്ദ്രൻ ആയതുകൊണ്ട് അത് എഴുതി തള്ളി. ഈ പെണ്ണുങ്ങളൊക്കെ കേസ് കൊടുക്കാൻ പോയ ദേവേന്ദ്രന്റെ സ്ഥിതി എന്താകും? ഇത് ചുമ്മാ മോഹം കൊണ്ടൊന്ന് കൈമാറി കയറി പിടിച്ചു വെച്ച് അല്ല, എനിക്ക് അറിയാൻ മേലാ ഞാൻ ചോദിക്കുക. IAS-കാരും IPS-കാരും പിടിച്ചോ മന്ത്രി പിന്നെ ബഹളം വെക്കെ ഇവിടെ മോണിക്ക വിസ്കിയ. തെറ്റിയല്ലേ? തെറ്റി. മോണിക്ക 11. നടേശൻ സാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലയോ? ഇല്ലേൽ അവളുടെ പില്ലർ അടിച്ചതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ഇളക്കത്തില്ലായിരുന്നോ? അതൊന്നും വേണ്ട പാപ്പച്ച. അല്ലാതെ തന്നെ ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി. മിനിസ്റ്റർ നടേശൻ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങും. കേസിന്റെ വിധി കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടുകാരക്കിഴി ബെസ്റ്റാ. ഈ ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 എണ്ണെങ്കിലും കണ്ടതാ. അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂന്നാ. ഞാൻ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയും. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്ന് വീഴുന്ന ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്യ്. അവന്മാർക്ക് ചാകരല്ലേ കിട്ടിയേക്കണത്? ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളിവാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ? ചുമ്മാ ക്യാമറ ട്രിക്ക്. ശരി. ഓ, ഈ TV കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി. ലണ്ടനിൽ ഡ്യൂപ്ലിക്കേറ്റ് ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി.
എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. ഛേ, നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PA കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാൽ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തി എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടെന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടെന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞാവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പിൽ 2 പോയി എന്ന് കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ടല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതിപ്പോകും. പറഞ്ഞാൽ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ. ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കമാൺ. ഒന്ന് പോടും. ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാണോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോളന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. ഒരു ഇടി.